വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഇർഷാദ് ഖാൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 1-ാം തീയതി വന്ന അധ്യാപക യോഗ്യതാ പരീക്ഷ യുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ വിധിയുടെ പശ്ചാത്തലത്തിൽ അത് എങ്ങനെയാണ് CBSE സ്കൂളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ആ വിധി എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിധി വന്നതിന് ശേഷം ഇപ്പം കുറച്ച് ദിവസമായി, ഒരാഴ്ചയ്ക്ക് മേലെയായി വിധി വന്നിട്ട്. ഈ വിധി വന്നതിന് ശേഷം ഞങ്ങൾ പല CBSE സ്കൂളുകളിലും അതുപോലെ തന്നെ CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ ഞങ്ങൾക്കറിയാവുന്ന അധ്യാപകരെയും എല്ലാം തന്നെ ഞങ്ങൾ വിളിക്കുകയുണ്ടായി. അപ്പം ആ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ബഹുഭൂരിപക്ഷം വരുന്ന CBSE സ്കൂളിലെ അധ്യാപകർക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ടീച്ചർ ക്വാളിഫൈഡ് അല്ല. അതുപോലെ തന്നെ ചില സ്കൂളുകളിലൊക്കെ ഡിഗ്രി ജസ്റ്റ് BEd കഴിഞ്ഞിട്ട് റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ളവരെല്ലാം തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യമാണ് കേരളത്തിലെ CBSE സ്കൂളുകളുടെ കാര്യത്തിലുള്ളത്. ഇനി അതോടൊപ്പം തന്നെ CBSE സ്കൂളുകളുടെ നമ്പർ ഒന്ന് ഞാൻ പറയാം. ഏകദേശം സരസ് പോർട്ടൽ അനുസരിച്ചിട്ട് ഏകദേശം 1400ഓളം CBSE സ്കൂളുകളാണ് കേരളത്തിലെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ വിധിയെ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പം ഈ വിധി വന്നതിന് ശേഷം ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ CBSE സ്കൂളിലെ അധ്യാപകരുടെ തൊഴിലിന് ബാധിക്കുമോ എന്നുള്ളത്. അപ്പം സംസ്ഥാന സർക്കാരുകളുടെ കാര്യത്തിൽ 2 വർഷം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ 2 വർഷത്തിനുള്ളിൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകരോട് സ്വമേധ്യാ വിരമിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ CBSE അതെങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളെ അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മളിന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് NEP 2020 ചാപ്റ്റർ 5 4th പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ CTET എന്ന് പറയുന്നത് CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം, CTET ആണ് അവിടെ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ഉണ്ട്. അപ്പം പ്രൈമറി സ്കൂളിലാണ് നിലവിൽ CTET ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. NEP 2020 അതിന് കാര്യമായ മാറ്റമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വിൽ ബി സ്ട്രെങ്തൻഡ് to inculcate better test material both in terms of content and pedagogy. The TET will also be extended to cover teachers across all stages. നിലവിൽ പ്രൈമറി മാത്രമാണ് ചെയ്തിരുന്നത് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ CTET കവർ ചെയ്തിരുന്നത് എങ്കിൽ ഇനി മുതൽ, അതായത് ഈ റെക്കമെൻഡേഷൻ പ്രപ്പോസ് ചെയ്യുന്നത് എവിടം തൊട്ടാണ്, പ്രീ പ്രൈമറി ടു ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി, അതായത് പ്രീ പ്രൈമറി ലെവൽ തൊട്ട് സെക്കൻഡറി വരെയുള്ള എല്ലാ തലത്തിലേക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണ്, അപ്ലൈ ചെയ്യാനാണ് NEP 2020 മുമ്പോട്ട് വെക്കുന്നത്. അപ്പം ഇവിടെ തന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ CTETൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വൈകുകയാണ് അല്ലേ. CTETൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വൈകുകയാണ്. എന്തുകൊണ്ടാണ് അത്? ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് വൈകുന്നത്. കാരണം കാറ്റഗറി, നിലവിൽ 2 കാറ്റഗറി ഉണ്ടായിരുന്ന CTET ചെയ്യാൻ പോവുകയാണ്, CTET 4 കാറ്റഗറിയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. മൾട്ടിപ്പിൾ കാറ്റഗറി, ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി എന്ന രീതിയിൽ 4 കാറ്റഗറിയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നോക്കേണ്ടത്. Teachers in private school also must have qualified similarly through TET. അതായത് സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരും ചെയ്യണം, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണമെന്നാണ് ആര് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ടും നിലവിലുള്ള CBSE സ്കൂളുകൾക്കും ബാധകമാണ്. അപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ശമ്പളം, സാലറി കുറച്ച് കൊടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്തവരെയും അധ്യാപകരായി നിയോഗിച്ചിട്ടുണ്ട്.
പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഭാവിയിൽ അത് അഫിലിയേഷൻ വരുമ്പം എന്ത് ചെയ്യും, അവിടെ ബുദ്ധിമുട്ട് സ്കൂളുകൾക്ക് നേരിടേണ്ടി വരും. ആ സാഹചര്യം വരുമ്പോഴെന്താണ്, ടെറ്റുള്ള ടീച്ചേഴ്സിനായിരിക്കും അഫിലിയേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ മുൻഗണനയും. അതോടൊപ്പം തന്നെ ഇവരെ എന്ത് ചെയ്യും, ഇവരെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പടിക്ക് പുറത്ത് നിർത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നിലവിൽ CBSE സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ഈ വരുന്ന സൈക്കിളിലുള്ള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നിലവിൽ CBSE സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരെയും അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ട് ഇറങ്ങുന്ന B.Ed ഹോൾഡേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു അടിപൊളി ക്രാഷ് ബാച്ച് അവതരിപ്പിക്കുകയാണ് CTET-ന് വേണ്ടി. 60 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ നമുക്കൊരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ കാണുന്ന എൻക്വയറി നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയും ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.